안녕, 오랜만이야. 미안해, 아직 시작하지 않았어. So let's start our section from today. Classes will be uploaded on each Sunday. So in here, Instagram, I'm gonna upload part 1, part 2, part 3 in day by day. So if you want the long video, please check it out on my YouTube. Link will be provided on my bio. So here I'm gonna speak in both Malayalam and English, so it would be easy to everyone to access to learn new languages. சம்டைம்ஸில் வந்து நான் தமிழில் பேசுவேன். ஆனால் என்ன ரீசன் கேட்டால், ரீசன்ட் டேஸில் வந்துட்டு எனக்கு ஒரு டிஎம் கிடைச்சாச்சு. அக்கா மலையாளத்தை மட்டும் பேசாது, கொஞ்சம் நேரம் தமிழில் பேசுவேன், உனக்கு ஓகேனா? எனக்கு தெரியும் உனக்கு தமிழ் தெரியும்னு, அதனால நான் கேட்குறேன். ஸோ அவருக்கு மட்டும்தான் நான் கொஞ்சம் நேரம் தமிழில் பேசுவேன். ஐ நோ தேர் இஸ் அ லாட் ஆஃப் பேக்ரவுண்ட் நாய்ஸ் இன் மை வீடியோ அண்ட் ஐ எம் ஸோ சாரி ஃபார் ദാറ്റ്. സോ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആൽഫബറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹങ്കുൾ എന്ന് പറയും കൊറിയനിൽ. അപ്പോൾ റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഹങ്കുൾ, ഹങ്കുൾ. ഇപ്പോൾ അക്ഷരമാല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, അത് കണക്കെ തന്നെയാണ് കൊറിയനിൽ ഹങ്കുൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആൽഫബറ്റ്സിന് കൊറിയനിൽ എന്താ പറയുക? അപ്പോൾ ഹങ്കുൾ. മാച്ചായോ? യോ കറക്റ്റ്. സോ നമുക്ക് അക്ഷരമാലയിൽ ഇപ്പോൾ അ ആ ഇ ഈ ഉ ഉ അങ്ങനെയല്ലേ, അതുപോലെ തന്നെ ആൽഫബറ്റ്സിൽ നമുക്ക് എ ബി സി ഡി അങ്ങനെ പോകുന്നില്ലേ, ഇത് കണക്കെ തന്നെയാണ് കൊറിയനിലും ഗാന റാബ സാഗാജി അങ്ങനെ പോകുന്നത്. ഐ നോ ദർ ഇസ് എ ലോട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഇൻ മൈ വീഡിയോ ആൻഡ് ഐ എം സോ സോറി വൺസ് അഗെയിൻ. ഞാൻ വീണ്ടും സോറി പറയുകയാണ്, കാരണം എനിക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ കൊറിയനിൽ ബേസിക് ആയിട്ടുള്ള 14 കോൺസണൻസും 10 വവൽസ് ആണുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ 14 കോൺസണൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഹാൻഡ് റിട്ടൺ ചെയ്തിട്ടുള്ളത് മേലെ അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ബുക്ക് നോക്കിയിട്ടാണ് വായിക്കുന്നത്. ഇതിപ്പോൾ ഉള്ള ബുക്കൊന്നുമല്ല, കുറേ കാലങ്ങൾക്ക് മുന്നേ, അതായത് അറൗണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടുള്ള സാധനമാണ്. സോ ഐ ഹോപ്പ് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ഫസ്റ്റ് ലെറ്റർ വന്നിട്ട് ഇങ്ങനൊരു സംഭവമാണ്. ഇതിന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയും കെയുടെയും ശബ്ദമാണ്. അതായത് ഇപ്പോൾ ലൈക്ക് ഗൺ, കൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അത് കണക്കെ. അപ്പോൾ കൈൻഡ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ വരുന്ന അക്ഷരങ്ങൾ യൂസ് ചെയ്യുന്ന ലെറ്ററാണ് ഈ കാണുന്ന ഈ സംഭവം. അതിൻ്റെ ലെറ്റർ അതാ യൂസ് ചെയ്യുന്നത് ജിയും കെയും. ഇനി അടുത്ത വന്നത് എല്ല് പോലത്തെ ഒരു ലെറ്ററാണ്. എല്ലിൻ്റെ അത്ര നീളമില്ല, ആ വരയ്ക്ക് കുറച്ചുള്ളൂ, പകുതിയുള്ളൂ. ഈ ലെറ്റർ ചൂസ് കാണിക്കുന്നത് എൻ എന്നുള്ളൊരു ലെറ്ററാണ്. ഇപ്പോൾ എൻ്റെ പേര് നിയ എന്നൊക്കെ എഴുതാണെങ്കിൽ ആദ്യം ഈ ലെറ്ററാണ് യൂസ് ചെയ്യുക. ഇനി അടുത്ത വരുന്നത് ഇങ്ങനൊരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ യു ഒക്കെ ഈ ചതുരക്കട്ട പോലെ എഴുതിയിട്ട് തിരിച്ചിട്ടാൽ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ലെറ്റർ, അത് മീൻ ചെയ്യുന്നത് ഡിയും ടിയുമാണ്. ഇപ്പോൾ ഡോറ്, ടോപ്പ് അങ്ങനെയുള്ള ലെറ്റേഴ്സിനൊക്കെ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്ന അക്ഷരമാണ് യൂസ് ചെയ്യുന്നത്. ഡിയും ടിയും ആണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇനി എസ് തിരിച്ചിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലെറ്റർ വരുന്നുണ്ട്. അതിന് പറയുന്നതാണ് ആറ് എല്ല്. ഒന്നെങ്കിൽ റോഡെന്ന് എഴുതുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം, ലവ് എന്ന് എഴുതുമ്പോൾ യൂസ് ചെയ്യാം. സോ ഇങ്ങനെ എഴുതുന്ന അക്ഷരം എന്താ മീൻ ചെയ്യുന്നത്? ആറ് അല്ലെങ്കിൽ എല്ല്. അടുത്തത് ഒരു പെട്ടിക്കഷനാണ്. എം, മൂം, മാംഗോ, എൻ്റെ അച്ഛൻ്റെ പേര് മനോജ് എന്നൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഒരു പെട്ടിക്കളി പോലത്തെ സാധനം. അതെന്ത് പ്രൊണൗൺസ് ചെയ്യുന്നതാണ്? മാ. ഓക്കെ. അടുത്തത് ഇങ്ങനെ എഴുതിയിട്ട് നടുക്കിലൊരു വരകളാണ്. അത് പ്രൊണൗൺസ് ചെയ്യുന്നത് ബി അല്ലെങ്കിൽ പി. ലൈക്ക് പാർക്ക്, പേഗ്, ബലൂൺ എന്നൊക്കെ വേർഡ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്ററാണ് എന്ത്? ഇങ്ങനെ എഴുതിയിട്ട് നടുക്കിലെ ഒരു വര വരുന്നത്. അടുത്തത് എസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ്. 2 വര ഇങ്ങോട്ടും വരച്ചിട്ട് കഴിഞ്ഞാൽ അത് എസ് ആയിട്ടാണ് കണക്കാക്കുക. അതായത് സൺ എന്നൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട്, നമുക്ക് സണ്ണൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്ററാണ് എന്ത്? ഈ എസ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് ഇങ്ങനത്തെ ഒരു ഓ വരുന്ന ഒരു ആൽഫബറ്റാണ്. അത് സൈലൻ്റ് ആണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് മീനിങ്ങോ അല്ലെങ്കിൽ പ്രൊണൗൺസ് ചെയ്യാനായിട്ടൊരു ഇതൊന്നുമില്ല. അടുത്ത വരുന്നത് ജെ ആണ്. നമ്മൾ നേരത്തെ എസ് എഴുതാൻ പഠിച്ചില്ലേ, ഈ എസ്സിന് മേലെ കുഞ്ഞൊരു വരട്ട് കഴിഞ്ഞാൽ അത് ജെ ആയി മാറും. ലൈക്ക് ജമ്പ്, ജാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്. അടുത്തത് ജെയുടെ മേലെ വീണ്ടും ഒരു കുഞ്ഞു വര വരച്ചേക്ക് നോക്കും നിങ്ങൾ. അതിന് ച് എന്നുള്ള അക്ഷരം. ചെയർ, ചീറ്റ്, ഇതിലൊക്കെ CH അല്ലേ വരുന്നത്. അപ്പം അങ്ങനെയുള്ള വേർഡ്സ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്ററാണ് എന്ത്? ജെയുടെ മേലെ നമ്മളൊരു വര വരച്ച് കഴിഞ്ഞാൽ കുഞ്ഞൊരു വര വരച്ചെന്ത് ചെയ്ത് ച് എന്നുള്ളൊരു അക്ഷരമായി. അടുത്ത് കെ. അപ്പം നിങ്ങൾ ചോദിക്കും കെ മുന്നേ പഠിച്ചതല്ലേ എന്നുള്ളത്. കെ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, നമുക്കിവിടെ 2 ലെറ്റേഴ്സ് വരുന്നുണ്ട്, ജിയും കെയും. അപ്പോൾ അപ്പുറത്തുള്ള ലെറ്റർ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇങ്ങനൊരു, ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുണ്ട് വേറെ കാര്യം. നേരത്തെ എഴുതുക ആ ഒരു
ജി അല്ലെങ്കിൽ കെ തന്നെ എഴുതാം. നടുക്കിലൊരു കുഞ്ഞു വര വരച്ചാൽ അത് കെ ആയിട്ട് വായിക്കും. മറ്റേത് ജിയും കെ ആയിട്ട് വായിക്കാം. ഇത് കെ ആയിട്ട് മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് ടി. അപ്പോൾ ടി എങ്ങനെ നിങ്ങൾ എഴുതുന്ന ആലോചിച്ച് നോക്ക്. ടിയും ഡിയും നമ്മൾ നേരത്തെ എങ്ങനെ എഴുതിയത്? ഇങ്ങനെയാണ് എഴുതിയത്. അപ്പം നടുക്കിലൊരു കുഞ്ഞു വര വരച്ചെന്തായി അത് ടി ആയി, ലൈക്ക് ടോയ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പി എങ്ങനെയായിരിക്കും? പി നമ്മളെങ്ങനെ എഴുതിയത്? ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വരച്ചില്ല ചെയ്തത്. അങ്ങനെ വരയ്ക്കാണ്ട് ഇച്ചിരി മേലേക്ക് ഒരു കുഞ്ഞു വര. ആക്ച്വലി ആ 2 വരയില്ല, മേലത്തെ 2 വര, അതിൻ്റെ മേലെ ആ ഒരു ലൈൻ തട്ടരുത് കേട്ടോ. അടിയത്തെ വലിയ ലൈനായിട്ട് തട്ടാം, മേലത്തെ ലൈനായിട്ട് തട്ടരുത്. ഒരു ചെറിയ ഗ്യാപ്പ് വിടണം. അതിനെയാണ് നമ്മൾ പി. പെന്ന്, പീക്കോക്ക്, പീജിയൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു ലെറ്ററാണ് എന്ത്? പി എന്ന് പറയുന്ന സാധനം. ഇനി അടുത്തത് എച്ച്, ഹാറ്റ് എന്നൊക്കെ പറയാം. അതിന് നമ്മൾ ആദ്യം എന്തിടണം? നമ്മുടെ ഒരു മിനിമം ഇല്ലാത്ത, ഐ മീൻ ഒരു സൗണ്ടും ഇല്ലാത്ത ഓ ഇടുക. അതിന് ശേഷം ഒരു വലിയ വര വരയ്ക്കുക, ഒരു കുഞ്ഞു വര വരയ്ക്കുക. അതിനെന്താ മീൻ ചെയ്യുന്നത്? എച്ച് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 14 കോൺസണൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ കൊറിയനിൽ ബേസിക് കോൺസണൻസ് പറയുന്ന വേർഡാണ് ചാവും. ചാവും എന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ ചാവും എന്നല്ല, ചാവും. അവിടെ ചാവും വരുന്ന ഒരു അക്ഷരം വരുന്നുണ്ട്. എച്ചിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട്. ചാവും. അത് നിങ്ങൾ പ്രൊണൗൺസ് ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് വുഡ് ബി ഈസി ടു യു. ചാവും. സോ ട്രൈ ടു ലേൺ വിത്ത് മീ വൺസ് അഗെയിൻ. ചാവും. അപ്പോൾ ചാവും. എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. എനിക്കറിയാം ഇതത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ടെൽ മീ. ആൻഡ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് വീണ്ടും സോറി ചോദിക്കുന്നു. ആൻഡ് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു DM me. ആൻഡ് ഓൾസോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is going to be helpful to you, everyone who gonna watch this. So that's all. Thank you. Bye bye. 사랑해요.